സംഘർഷ സാധ്യത കണക്കിലെടുത്ത പേരാമ്പ്ര ടൗണിലെ കൊട്ടിക്കലാശം ഒഴിവാക്കി വാഹനജാഥ മാത്രമായി പരിപാടികൾ ചുരുക്കാനും മുന്നണികൾ തീരുമാനിച്ചു. മുന്നണികളുടെ യോഗം വിളിച്ചാണ് പോലീസ് നിർദ്ദേശം നൽകിയത്. പേരാമ്പ്രയിലെ സംഘർഷ സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊട്ടിക്കലാശം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുന്നണികൾ കൂടി എത്തിയിരിക്കുന്നത്. വാഹനജാഥ മാത്രമായി പരിപാടികൾ ചുരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മുന്നണികൾക്ക് നൽകിയത്. അത് നിലവിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മുന്നണികൾ അംഗീകരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നാളെ കൊട്ടിക്കലാശം നടക്കുകയാണ് പേരാമ്പ്രയിൽ. മറിച്ച് വാഹന പ്രചാരണ ജാഥകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ ടി നന്ദഗോപാൽ നൽകും. നന്ദഗോപാൽ, ഈ പോലീസിന്റെ നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുകയായിരുന്നോ? അതായത് നേരത്തെ തന്നെ പേരാമ്പ്രയിൽ UDF-ഉം LDF-ഉം തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇങ്ങനെ ഒരു യോഗം മുന്നണികളുടേത് വിളിച്ചു ചേർക്കുകയും ചെയ്തത്. ഈ യോഗത്തിൽ പോലീസ് ആവശ്യപ്പെട്ടത് നിലവിൽ പേരാമ്പ്ര ടൗണിൽ കൊട്ടിക്കലാശം നടത്തേണ്ടതില്ല എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. നിലവിൽ മുന്നണികൾ ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. UDF ഉൾപ്പെടെ സാധാരണ വാഹന പ്രചരണ ജാഥയായി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് 6 മണി വരെ നടത്തും. അതിനുശേഷം എല്ലാവരും പിരിയുമെന്നുള്ളതാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. LDF-ഉം BJP-യും ഉൾപ്പെടെയുള്ളവർ എങ്ങനെ പ്രചരണം നടത്തണം എന്നുള്ള കാര്യങ്ങളാണ് ഇനി തീരുമാനിക്കുക. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചത്. ഒരുപക്ഷെ ഉള്ളിലൊക്കെ ഒരു ആഘോഷം നടത്താനുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ സ്വീകരിച്ചേക്കാം. പേരാമ്പ്ര ടൗണിലേക്ക് ഇത്തരത്തിൽ കൊട്ടിക്കലാശം വേണ്ട എന്നുള്ളതാണ് പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും മുന്നണികളൊക്കെ തന്നെ സാധാരണ വാഹന പ്രചരണ ജാഥകളും റാലികളുമൊക്കെയായി ഈ പ്രചരണം നാളെ അവസാനിപ്പിക്കാനാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത്.